മക്കൾ സ്നേഹിക്കുന്നില്ല, മക്കൾ അന്വേഷിക്കുന്നില്ല, മക്കൾ ചെലവിനയക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് ഏറെ ഉപകാരപ്രദമായ 4 അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നല്ല ഈമാനോടെ, നല്ല തവക്കുലോടെ നമ്മൾ ചെയ്താൽ 100% നമുക്ക് റിസൾട്ട് കിട്ടും. ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം, സമാധാനം നൽകട്ടെ. സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മക്കളുടെ സ്നേഹം അല്ലാഹു നമുക്ക് നൽകട്ടെ. കുടുംബത്തിൽ ബറക്കത്ത് നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് ഉപ്പമാര്, ഒരുപാട് ഉമ്മമാര് പറയുന്ന പരാതിയാണ് മക്കൾക്ക് സ്നേഹമില്ല എന്നുള്ളത്. കല്യാണം കഴിയുന്നതിൻ്റെ മുമ്പും മക്കൾക്ക് സ്നേഹമില്ല എന്ന് പറയുന്നവരുണ്ട്. കല്യാണം കഴിച്ചതിൻ്റെ ശേഷം മക്കൾക്ക് ഞങ്ങളോട് സ്നേഹമില്ല, പരിഗണനയില്ല, ബഹുമാനമില്ല, അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന കോടാനക്കോടി അനുഗ്രഹങ്ങളിൽ കൺകുളിർമ എന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ ഏക അനുഗ്രഹം അത് നമ്മുടെ മക്കളാണ്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്ന ഖുർആൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി മൂസ നബിയെ കിട്ടിയപ്പോൾ ഫിർഔനിനോട് പറഞ്ഞു, അത്ര ഇവൻ നമുക്ക് കൺകുളിർമയായേക്കാം, നമുക്ക് വളർത്താം. പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ്. ഭർത്താവ് സമ്മതിക്കുകയാണ്. അവിടെ ഖുർറത്ത അയ്യുൻ, കൺകുളിർമ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. വിശുദ്ധമായ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറയുമ്പോൾ കൺകുളിർമ എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗ അനുഗ്രഹത്തിന് തുല്യമായ അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമ്മാനം എന്ന് പറഞ്ഞ, കൺകുളിർമ എന്ന് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾ നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നതിന് പകരം നമുക്ക് സങ്കടവും കണ്ണുനീരും മാത്രം നൽകുമ്പോൾ ഒരു ഉമ്മാക്കും അത് സഹിക്കില്ല, ഒരു ബാപ്പാക്കും അത് സഹിക്കില്ല. നമ്മൾ മക്കളെ ഉണ്ടാക്കുമ്പോൾ, മക്കളെ നാം അള്ളാഹു നൽകിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ജന്മം നൽകുമ്പോൾ അവർ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിലൂടെ കണ്ടെത്തുന്നുണ്ട്, കരുതുന്നുണ്ട്. മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. മക്കൾ വാർദ്ധക്യത്തിൽ ഞങ്ങൾക്ക് തുണയാകും എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമാണ്. ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാനും എന്നെ കുളിപ്പിക്കാനും എനിക്ക് വേണ്ടി ദുആ ചെയ്യാനും എൻ്റെ മക്കളുണ്ടാകുമെന്നുള്ളതൊരു പ്രതീക്ഷയാണ്. ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ എൻ്റെ മക്കളുടെ സിയാറത്ത് എനിക്ക് ലഭിക്കുമെന്നുള്ളത് ഒരു പ്രതീക്ഷയാണ്. നാളെ പരലോകത്ത് ഞങ്ങളുടെ കൈപിടിക്കാൻ ഞങ്ങളുടെ മക്കളുണ്ടാകും എന്നുള്ളത് പ്രതീക്ഷയാണ്. ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ. ഇതിൽ നിന്ന് ഏത് പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴും മാതാപിതാക്കൾക്ക് നിരാശയാണ്, സങ്കടമാണ്, വേദനയാണ്. മക്കളെ അങ്ങോട്ട് സ്നേഹിക്കുന്നു, ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല. മക്കളെ നമ്മൾ സ്നേഹിക്കുക, മാതാപിതാക്കൾ സ്നേഹിക്കുക. അവർക്കൊരു സങ്കടം വരുമ്പോൾ, ഒരു പനി വരുമ്പോൾ, ഒരു ജലദോഷം വരുമ്പോൾ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. അങ്ങനെ വളർത്തി വലുതാക്കിയ മക്കൾ അവർ തിരിച്ചിങ്ങോട്ട് സ്നേഹം തരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വേദന. ഇങ്ങോട്ട് സ്വർണം കൊണ്ട് മൂടണമെന്നില്ല, ഇങ്ങോട്ട് ഒരുപാട് സമ്പത്ത് നൽകണമെന്നില്ല. പക്ഷെങ്കിലും വാർദ്ധക്യത്തിൽ കഴിയുമ്പോൾ, മാതാപിതാക്കളെ പരിഗണിക്കാതിരിക്കുമ്പോൾ, അവർക്ക് ചെലവിന് അത്യാവശ്യമായതുപോലും നൽകാതെ വരുമ്പോൾ, അവർക്ക് ആവശ്യമായ മരുന്ന് പോലും മേടിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ, മാതാപിതാക്കളെ ഒന്ന് ഫോൺ വിളിച്ച് അന്വേഷിക്കാതിരിക്കുമ്പോൾ, ഈ പെരുന്നാളായിട്ട് പോലും, ഈ റമദാനായിട്ട് പോലും എൻ്റെ മകൻ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല, 1000 രൂപ പോലും എനിക്ക് അയച്ചു തന്നിട്ടില്ല എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, നിങ്ങൾ നോമ്പെടുക്കുന്നവരാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും?
ഉമ്മാനെയും ഉപ്പാനെയും പരിഗണിക്കാതെ നിന്റെ ഇബാദത്തുകൾ പടച്ച തമ്പുരാൻ സ്വീകരിക്കുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കണം, ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കണം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഒരൊറ്റ വരിയിലാണ് അള്ളാഹു പറഞ്ഞത്, ഒരൊറ്റ ആയത്തിലാണ് പറഞ്ഞത്. ഈ മൂന്നിൽ ഒരെണ്ണം പോയാൽ നിന്റെ ആഖിറം നഷ്ടപ്പെട്ടു, നിന്റെ ദുനിയാവിൻ്റെ സമാധാനവും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണമെന്ന് മക്കളോട് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. മാതാപിതാക്കളുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ കണ്ണുനീര് കാണുമ്പോൾ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോടുള്ള സ്നേഹമുള്ള മക്കളാക്കി നമ്മുടെ മക്കളൊക്കെ അല്ലാഹു മാറ്റട്ടെ. മാതാപിതാക്കൾക്ക് ചൊല്ലാൻ വേണ്ടി സങ്കടങ്ങൾ പറയുന്ന, പരാതി പറയുന്ന, പരിഹാര മാർഗങ്ങൾ ചോദിക്കുന്ന ഉമ്മമാർക്കും ഉപ്പമാർക്കും അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്നേഹം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇൻഷാ അല്ലാഹ് 4 വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ വിഷയം വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിന്റെ പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന 5 നേരം നമസ്കാര ശേഷവും നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചെയ്യാനും ചൊല്ലാനും കഴിയുന്ന വിഷയങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുക. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക് എന്ന് തുടങ്ങുന്ന സൂറത്ത് എല്ലാ ഫർദ് നമസ്കാര ശേഷവും 17 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയുണ്ടല്ലോ, അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ നാമങ്ങളുണ്ടല്ലോ, നല്ല വീര്യമുള്ള ഇസ്മുകളുണ്ടല്ലോ, അത്ഭുത അതിശയിപ്പിക്കുന്ന ഫലങ്ങൾ നൽകുന്ന, റിസൾട്ട് നേടിയെടുക്കാൻ കഴിയുന്ന, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഇസ്മുകൾ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെ സ്നേഹം ലഭിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ സ്നേഹം ലഭിക്കാൻ ഈ ഇസ്മ വളരെ ഉപകാരപ്രദമാണ്, പ്രയോജനകരമാണ്. യാ റഹീമു യാ അല്ലാഹ് എന്ന് 101 പ്രാവശ്യവും യാ റഹ്മാനു യാ റഹീം എന്ന് 100 പ്രാവശ്യവും എല്ലാ ഫർദ് നമസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ്. പിണങ്ങിക്കഴിയുന്ന മക്കളുടെ പിണക്കം മാറാനും, മക്കളുടെ മനസ്സ് മാറിയിട്ട് അവർ മാതാപിതാക്കളെ പരിഗണിക്കാനും സ്നേഹിക്കാനും സഹായിക്കുന്ന അത്ഭുതകരമായ ഇസ്മുകളാണ്. നല്ല ഈമാനോടെയും നല്ല തവക്കുലോടെയും നമ്മൾ ചെയ്യുക. അള്ളാഹു ഫലം തരട്ടെ. നാലാമത്തെ വിഷയം വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. വഅൽഖൈതു അലൈക മഹബ്ബതം മിന്നീ, നിന്റെ മേലിൽ എന്നിൽ നിന്നുള്ള മഹബ്ബത്ത് ഞാൻ ഇട്ടു എന്ന് അർത്ഥം വരുന്ന അത്ഭുതകരമായ ഈ ആയത്ത് എല്ലാ ദിവസവും 832 തവണ അല്ലാഹുവേ എൻ്റെ മകനൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ, എൻ്റെ മകളൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നുള്ള നിയ്യത്തിൽ മാതാപിതാക്കൾ ചൊല്ലുക എന്നുള്ളതാണ്. നല്ല ഈമാനോടെ ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം കിട്ടുന്ന അത്ഭുതകരമായ ഒരു അമലാണ്. 4 അമലുകളാണ് നമ്മൾ പഠിച്ചത്. ഈ 4-ൽ ഒരെണ്ണമെങ്കിലും, അല്ലെങ്കിൽ ഈ 4 എണ്ണത്തിൽ എത്രത്തോളം ചൊല്ലാൻ കഴിയുമോ, പതിവാക്കാൻ കഴിയുമോ നമ്മൾ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഉത്തരം തരും. അല്ലാഹു നമുക്ക് റിസൾട്ട് നൽകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും അല്ലാഹു സ്നേഹവും ഐക്യവും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.